ശ്രീ ഫക്രുദ്ദീൻ, ഈ റിലീസിങ്ങിന് മുമ്പ് തന്നെ സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെടുക, അത് പലപ്പോഴും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി മാറുന്നതാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ചില പാട്ടുകൾ പണ്ട് കാലത്ത് വളരെ ഹിറ്റായിട്ടുണ്ട്. പിന്നീട് ആ സിനിമയ്ക്ക് വലിയൊരു പോപ്പുലാരിറ്റി കിട്ടുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോപ്പുലാരിറ്റി, അതുപോലെ തന്നെ വൻ കളക്ഷൻ, ഇതിനു വേണ്ടിയാണോ ഇത്തരത്തിലൊരു പ്രചാരണത്തിലേക്ക് പോകുന്നത്? എനിക്ക് അറിയില്ല എന്താ, അങ്ങനെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് അത് വ്യാഖ്യാനിക്കാം. അറിയില്ല എന്താ സംഭവം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം ഇതിന് പിന്നെ പൃഥ്വിരാജും ഒക്കെയാണ്. പൃഥ്വിരാജിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ സ്ട്രാറ്റജിയാണ്. അപ്പം അങ്ങനെ വരാം, അങ്ങനെ ആയിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ നമ്മളങ്ങനെ അല്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഡിസ്കോഴ്സ് എങ്ങനെ പോയി എന്നതിനെ ആശ്രയിച്ചാണ് ഈ കാര്യം പറയാം. ഈ വലിയ പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് ഗുണമാണ്. സിനിമ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നു നിൽക്കുന്ന സിനിമയാണ്. അപ്പം ലൂസിഫറൊക്കെ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിനാദ്യം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കിട്ടിയ പബ്ലിസിറ്റി ആ സിനിമ നന്നായതുകൊണ്ട് അത് ഗുണം ചെയ്തു. എന്നാൽ അങ്ങനെ അല്ലാതെ പോയിട്ടുള്ള ഒരുപാട് സിനിമ ഉണ്ടുണ്ട്. വലിയ പബ്ലിസിറ്റി വന്നു, എന്നാൽ സിനിമ അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ ഡൗൺ ആയിപ്പറ്റുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾ കാണാം. അപ്പം കടൽ കടന്നൊരു മാത്തുക്കുട്ടി, അതിൽ മോഹൻലാൽ ഗസ്റ്റ് റോളുണ്ട്, മമ്മൂട്ടി ഗസ്റ്റ് റോളുണ്ട്, മമ്മൂട്ടി നായകനാണ്, ദിലീപ് ഗസ്റ്റ് റോളുണ്ട്. സിനിമ ഹൈപ്പ് വന്ന സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പം എനിക്ക് പെട്ടെന്ന് വരാതാണ്. ഒരുപാട് സിനിമകൾ വലിയ ഹൈപ്പിൽ വന്നു. മോഹൻലാലിൻ്റെ തന്നെ പിന്നെ ഒടിയൻ വലിയ ഹൈപ്പിൽ വന്ന് ശ്രീകുമാർ മേനോന് ആവശ്യമില്ലാത്ത ഹൈപ്പൊക്കെ കൊടുത്ത അവസാനം ആ പടം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത്രയും ഹൈപ്പിൽ വന്ന് അത്രയും സിനിമ പോയിട്ടില്ല. അങ്ങനെ അതൊരു, പക്ഷെ അത് കളക്ട് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി ഈ സിനിമയിൽ ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഏറ്റവും പ്രധാനം. വിവാദങ്ങളിൽ ചില കാര്യങ്ങളുണ്ട്. അതിൽ സുരേഷ് കുമാർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ള സിനിമ നേരിടുന്ന പ്രതിസന്ധി അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഓരോ മാസം ഇപ്പോൾ അവരിപ്പം ഇന്നലെയും പ്രൊഡ്യൂസർ അസോസിയേഷൻ റിലീസ് ചെയ്ത സിനിമകളും അവരുടെ കിട്ടിയ കണക്കുകളും കിട്ടും. അതിൽ കഴിഞ്ഞ മാസത്തെ കണക്കിൽ ഒരൊറ്റ സിനിമ പോലും ലാഭത്തിലില്ല. പിന്നെ വലിയ രീതിയിൽ ഓടുമെന്ന് വിചാരിച്ച മുമ്പ് പ്രാവിൻകൂട് ഷാപ്പ്, ഇതൊന്നും വലിയ രീതിയിൽ കണക്ട് ചെയ്തില്ല. പൊന്മാൻ ജസ്റ്റ് നഷ്ടം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഈ രീതിയിലാണ് സിനിമകളുടെ പോക്ക്. അതായത് സിനിമ ഒരു വലിയ പ്രതിസന്ധി നേടുന്നുണ്ട്. അതിന് OTT ഒരു ഘടകമാണ്. കേരളത്തിൽ ഗ്ലോബലി OTT ഒരു ഘടകമാണ്. പിന്നെ സിനിമയെപ്പറ്റി അറിയാതെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത് വേറൊരു ഘടകമാണ്. ഇതൊക്കെ ഉണ്ട്. പിന്നെ ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തിനെടുത്താന്ന് നമുക്ക് തോന്നാറുണ്ട്, ആളുകൾ എന്തിനാണ് ഈ സിനിമയ്ക്ക് എടുത്തത്. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് വലിയൊരു പ്രശ്നം സുരേഷ് അന്ന് അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴേക്ക് തന്നെ, സത്യത്തിൽ അതാണ് മെയിൻ പ്രശ്നം. ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ടെലഗ്രാമിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യപ്പെടുക. ടെലഗ്രാമിൽ അപ്ലോഡ് ആളുകൾ സിനിമ കാണുന്നുണ്ട്, എല്ലാ സിനിമയും എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഏതാണ്ട് വർഷം കാണാറില്ല. കാരണം നമുക്കറിയാം ഇൻഡസ്ട്രിയുടെ ഒരു നിലനിൽപ്പ് തന്നെ ഈ നമ്മൾ കാണുന്നതിനെ ആശ്രയിച്ചിട്ടാണ്. അല്ലാതെ പ്രൈവറ്റ് വേഷം കണ്ടാൽ നാളെ ഇൻഡസ്ട്രി ഉണ്ടാവില്ല. ഇൻഡസ്ട്രീൻ്റെ നമുക്കെന്താ ആവശ്യമെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലോബൽ സിനിമയാണ് ആവശ്യം. അതായത് ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് കുടുംബങ്ങൾ. അപ്പം അതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് തടയാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട്. അതൊരു വലിയ, ഇതാണ് മെയിൻ വിഷയം. അത് ആന്റണി പെരുമ്പാവൂരും സുരേഷ് ഗോപാലും തമ്മിലുള്ള ഫൈറ്റ് എന്ന രീതിയിലാണ് കേരളത്തിലെ വിവരമില്ലാത്ത മാധ്യമങ്ങൾ സൃഷ്ടിച്ചത്. അത് മെയിൻ വിഷയം അതൊന്നല്ല. അതിൻ്റെ ഒരു സബ് പ്ലോട്ടായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലാതെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ പൈറേറ്റഡ് വേർഷൻസ് ഓൺലൈനിൽ കിട്ടുന്നു എന്നുള്ളതാണ്. സിനിമ ഇറങ്ങി രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം പൈറേറ്റഡ് വേർഷൻ ഇറങ്ങിയാണ്. പണ്ട് സഖാപ്പച്ചൻ്റെ ഇത് മുകേഷ് പടം റിലീസിൻ്റെ മുമ്പാണ്, റിലീസിൻ്റെ റിലീസിൻ്റെ മുമ്പാണ് റിവ്യൂ അടിച്ച തിയേറ്ററിൽ നിന്ന് ചോദിക്കുന്നു. ഭാരത സിനിമ പേര് മുകേഷിൻ്റെ പ്രവാചകൻ. ആലോചിച്ച് നോക്കി, സിനിമയുടെ റിലീസിൻ്റെ മുമ്പ് പൈറേറ്റഡ് വേർഷൻ ഇറങ്ങി. അന്ന് VCDയുടെ കാലഘട്ടത്താണ് റിവ്യൂ ചെയ്ത തിയേറ്ററിൽ നിന്ന് പടം ലീക്കായി. പക്ഷെ അത് നമ്മളെ കേരള പോലീസിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യം പിന്നെ വലിയ രീതിയിൽ തടയുണ്ടായി. പിന്നെ അങ്ങനെ കുറേ നമ്മളെ കേട്ടിട്ടില്ല. പക്ഷെ ഇതിപ്പം ഗ്ലോബലി നടക്കുന്ന സംഭവമാണ്. ഗ്ലോബൽ റിലീസാണ്, എവിടെ നിന്ന് ചോരാം. അതാണ് അതിന് മെയിൻ വിഷയം. ആ വിഷയം അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ സിനിമയുടെ ഭാവി അതിനാലോന്നല്ല. ഇപ്പം എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം വേറെ വിഷയം, അതിൻ്റെ ഒരു ഹ്യൂജ് 130 കോടി മറ്റുമാണ്. 130 കോടി എന്നൊക്കെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആകുമ്പോഴാണ് അത് ലാഭത്തിലേക്ക് പോകുള്ളൂ പടം. അല്ല, ഇവിടുത്തെ 130 കോടി കിട്ടിക്കാൻ ഇപ്പോൾ 100 കോടി കിട്ടിയെന്ന് വിചാരിച്ചു കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ടോട്ടൽ 100 കോടി കളക്ട് ചെയ്തെന്ന് വിചാരിച്ചു. ഇത് കളക്ട് ചെയ്താൽ സുരേഷ് കുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയുന്ന പ്രൊഡ്യൂസറിന് കിട്ടിയ 26 കോടിയോ 30 കോടിയാണ്. സിനിമയുടെ മൊത്തം മുടക്ക് മോഡൽ 130 കോടിയാണ്.
അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 130 കോടി വന്നു. എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഭയങ്കര നമ്മളെ സിനിമ തന്നെ മനസ്സിലുള്ള ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ചിലവുകൾ വന്നിട്ടുണ്ട്. ഹോളിവുഡ് സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പം മലയാള ഓഡിയൻസ് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ വന്നുകൊണ്ട് ഈ പറഞ്ഞിട്ട് പോലെ എന്താണ് മാക്കോ പോലെ ഹിറ്റായിട്ടും കാര്യമില്ല. ഹിറ്റാവുകയാണെങ്കിൽ ബാഹുബലിയൊക്കെ പോലെ ഹിറ്റാണെങ്കിൽ ലാഭം വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല ഇവരെ കണക്ക് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ 30 കോടിയാണ് പ്രൊഡ്യൂസറിന് കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ മൊത്തം ടോട്ടൽ സ്പെൻഡിങ് എന്ന് വെച്ചാൽ 130 കോടിയാണ് എന്ന് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര കോടി വരണ ഇതിനെ മുതൽ മുടക്ക് തിരിച്ച് കിട്ടാൻ? 100 കോടി കിട്ടുമ്പോൾ 30 കോടി നിങ്ങളുടെ കയ്യിൽ, 200 കോടി കിട്ടുമ്പോൾ 60 കോടി നിങ്ങളുടെ കയ്യിൽ, 300 കോടി കിട്ടുമ്പോൾ 90 കോടി നിങ്ങളുടെ കയ്യിൽ, 400 കോടി കിട്ടുമ്പോൾ 120 കോടി നിങ്ങളുടെ കയ്യിൽ, 500 കോടി കിട്ടുമ്പോൾ 180 കോടി, 20 കോടി ലാഭം കിട്ടും. അത്രയും കിട്ടണം. 500 കോടി കളക്ട് ചെയ്യണം. 500 കോടി കളക്ട് ചെയ്താൽ ഈ സിനിമ ഇവർ പറയുന്ന അത്രയും ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ലാഭത്തിൽ പോകും. ആ വിജയം മലയാളത്തിൽ ഉണ്ടാകും പറയാൻ പറ്റില്ല. അതെങ്ങനെ എടുത്തിട്ടുള്ളത് ഡയറക്ടറുടെ സ്കില്ല് പോലെ ഇരിക്കും. അപ്പോൾ മോഹൻലാലിനൊരു അറിയാം, മോഹൻലാലിനൊരു പാൻ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, അല്ലെ, ഈസ് ഫെമിലിയർ. അപ്പം അതിന് പ്ലസ് ഡയറക്ടറുടെ മിടുക്ക് ഒരു ഇൻ്റർനാഷണൽ ഔട്ട്ലുക്കുള്ള സിനിമ എന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടാം. അപ്പം ഗോപാലേട്ടനാണ് അതിൻ്റെ കുറേ പൈസ മുടക്കിയിരിക്കുന്നത്. ഗോപാലേട്ടൻ നല്ല ബിസിനസ് തന്നെയാണ്. ഗോപാലേട്ടൻ ഒന്നും കാണാതെ ഒന്നെങ്കിൽ കുറച്ച് പൈസ പോട്ടെ എന്ന് ഗോപാലേട്ടൻ വിചാരിച്ച് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ലാഭം എന്ന് കണ്ടിട്ട് ചെയ്തായിരിക്കും. ഗോപാലേട്ടൻ പൊതുവെ കൈ കൊള്ളാറില്ല. ഒരു കാര്യമില്ല. ഗോപാലേട്ടൻ ഇടയ്ക്ക് സിനിമകൾ പഴശ്ശിരാജ കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പൈസ പോവുകയാണ് പോട്ടെ വിചാരിച്ചിട്ട്. പഴശ്ശിരാജ് പരാജയപ്പെട്ടില്ലേ? പഴശ്ശിരാജ് ജയിച്ചല്ലേ, കളക്ട് ചെയ്തത്. സാമ്പത്തികമായി പരാജയം ഉണ്ടായില്ലേ? ഉണ്ടോ? ഉണ്ട്. നല്ല ചിലപ്പോൾ ഉണ്ടാവും. അതിനുശേഷം ഗോപാലേട്ടൻ ഒരുപാട് സിനിമകൾ എടുത്തു. അല്ല തന്നെ പുതിയ ആസിഫ് അലീൻ്റെ ആദ്യ കാലത്തെ പല സിനിമകളും ഗോപാലേട്ടനാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ സിനിമകളൊക്കെ നമ്മൾ ഈ സിനിമകൾ എന്തിനെടുത്തു എന്ന് പല സിനിമകളും ഉണ്ട് അതിൽ. പക്ഷേ ഗോപാലേട്ടൻ പറയുന്നത് പുതിയ പയ്യന്മാരല്ലേ, അവർ കാര്യങ്ങൾ ചെയ്തോട്ടെ. പിന്നെ ഗോപാലേട്ടന് ആണെങ്കിലും ഈ പറയുന്ന കോൺഫറൻസ് റൂമിൻ്റെ ഓയ്ക്കാണെങ്കിലും പരസ്യത്തിന് മുടക്കുന്ന പൈസ ഇതിന് മുടക്കിയാൽ മതിയല്ലോ. എല്ലാ തിയേറ്ററുകളിലും ഗോകുലം ഗ്രൂപ്പ്, ശ്രീ ഗോകുലം എന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കോൺഫറൻസ് ഗ്രൂപ്പ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അല്ലേ? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം, അതായിരിക്കാം. പക്ഷേ എമ്പുരാൻ പോലെ വരുന്ന സിനിമകൾ വരുന്നത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഇങ്ങനെ 1-2 സിനിമകൾ ഗ്ലോബലി നമ്മുടെ സിനിമക്കാർ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതും ഇത് ഈ ഹിറ്റായി കഴിഞ്ഞാൽ അത്തരം കൂടുതൽ കാശ് മുടക്കാൻ ആളുകൾ വരുമെന്നുള്ളത്. 2, ഇതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ ഹ്യൂജ് എമൗണ്ട് 3-4 സിനിമകൾ ഫ്ലോപ്പായി കഴിഞ്ഞാൽ മൊത്തം ഇൻഡസ്ട്രീനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ആളുകൾ ഇപ്പം തന്നെ പലരും സിനിമ എടുക്കുന്നില്ലല്ലോ. പണ്ടത്തെ ബിഗ് പ്രൊഡ്യൂസേഴ്സ് ആരും ഇപ്പോൾ സിനിമ എടുക്കുന്നില്ല. അത് സിനിമയുടെ കൺസെപ്റ്റ് മാറിയത് കൊണ്ടല്ല. അന്ന് ഈ പറയുന്നതിന് പോലെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം കിരീടം ഉണ്ണിച്ചേട്ടെ മുമ്പ് ഒരുപാട് സിനിമകൾ, കിരീടം തൊട്ട് എനിക്ക് അവസാനം മില്ലേനിയം സ്റ്റാർസ് വരെയുള്ള സിനിമകളുണ്ട്. അത് ചില സിനിമകൾ നന്നായിട്ട് ഓടും, അപ്പോൾ അതിൻ്റെ ലാഭം കിട്ടും. എന്നാൽ ചില സിനിമ ഫ്ലോപ്പായിരിക്കും, പക്ഷെ അടുത്ത ലാഭത്തിലോടും. അപ്പോൾ ഇത് ലാഭവും നഷ്ടമല്ല. അപ്പം നഷ്ടമില്ലാതെ പോകും. ഇപ്പം സുരേഷ് തന്നെ പറയാം, നമ്മുടെ സുരേഷ് കുമാർ, അദ്ദേഹത്തിന് ലാഭമില്ല നഷ്ടമില്ല. അതാണ് സിനിമയുടെ കാര്യം. ഒരു സിനിമ ഹിറ്റാവും, മറ്റേ ഫ്ലോപ്പാവും. അപ്പം അതേ എനിക്ക് തോന്നുന്നുണ്ട് ആകാൻ തമ്മിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ അതേ 2 സിനിമ എടുത്തു. ഒന്ന് ശിവ എടുത്തു, വേറൊന്ന് ഷാജി കൈലാസ് പടം, ടോപ്പ് ഡയറക്ടർ. അത് വെച്ചിട്ട് പൈലറ്റ് സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർ. അത് സുരേഷ് ഗോപി മോഹൻലാലിനെ മമ്മൂട്ടിയെ കണ്ട് റീച്ചുണ്ടായിരുന്ന സമയത്താണ് ആ സിനിമ എടുത്തത്. ഈ 2 സിനിമ ഫ്ലോപ്പായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ രീതി അങ്ങനെയാണ്. പക്ഷേ കുടുംബം വിൽക്കേണ്ടി വരില്ല, വീട് വെക്കേണ്ടി വരില്ല. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ അടിമുടി ഫ്ലോപ്പാണ്. അല്ലെങ്കിൽ ഈ ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് സിനിമ ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല. പണ്ട് നസീസൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് ഡേറ്റ് കൊടുത്ത് പണം ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും അങ്ങനെ ഡേറ്റ് കൊടുക്കാനുള്ള സമയവും അവകാശവും ഇല്ല. ഇവരുടെ എമൗണ്ടൊക്കെ എന്ന് വെച്ചാൽ ഹ്യൂജ് 20-30 കോടിയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. എങ്കിൽ ഇപ്പോൾ മമ്മൂക്കൊക്കെ ഇടയ്ക്ക് ചില സിനിമകൾ മമ്മൂക്ക ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാൽസാദും ചെയ്തിട്ടുണ്ടോ? മമ്മൂക്ക ചെയ്ത് ഞാൻ പറഞ്ഞു സഹൈത്ര അപ്പച്ചൻ ഫ്ലോപ്പായി നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് സിനിമ ഫ്ലോപ്പ് മമ്മൂക്കൻ്റെ സിനിമ. മമ്മൂക്ക വന്നിട്ടാണ് ഫാസിൽ അടുത്ത സിനിമ കൊടുക്കുന്നത്. പിന്നെ അവരുടെ സിനിമകൾ മൊത്തം ഫാസിലിൻ്റെ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ അദ്ദേഹം പിന്നെ പക്ഷെ ഒരു ഘട്ടത്തിൽ ഇപ്പം നിർത്തി. പിന്നെ പ്രൊഡ്യൂസറുടെ കയ്യിൽ സിനിമ നിൽക്കാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ പിന്നെ വരുന്നത്. അപ്പം അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ മേഖലയിലെ എല്ലാ ആളുകളും ഒരേപോലെ ഇരുന്നിട്ട് ആലോചിച്ച് കുറച്ചും കൂടി ഒരു ഓർഡർ ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവരും പാൻ ഇന്ത്യ സിനിമ എടുക്കാൻ പോയ പിന്നെ ഇൻഡസ്ട്രി താങ്ങില്ല. മോഹൻലാലിനും പൃഥ്വിരാജിനും ഗോപാലേട്ടനും ഒരു പാൻ ഇന്ത്യ സിനിമ പൊട്ടിയാലും അവർ കുലുങ്ങുന്നില്ല.
അവരെ വലിയ രീതിയിലൊന്നും ബാധിക്കില്ല. പക്ഷെ ഒരു പുതിയ എങ്ങനെ ഗൾഫിലേക്ക് പോയി എങ്ങനെയെങ്കിലും 100 കോടി സംഘടിപ്പിക്കുന്ന ഒരാൾക്ക് അതോടുകൂടി അയാൾ തീർന്നു പോകും. അപ്പം എമ്പുരാൻ വലിയൊരു വലിയൊരു വഴിത്തിരിവായിരിക്കും മലയാള സിനിമ. മാറും. ഒന്നെങ്കിൽ ഇപ്പം അത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ പാനിന്ത്യ സിനിമകൾ കൂടുതൽ വരും, കൂടുതൽ ആളുകൾക്ക് ധൈര്യം വരും, ഇൻഡസ്ട്രി കുറച്ച് കാശ് വരും. ആ സിനിമ ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഒരു മന്ദിപ്പ് വരും, പിന്നെ ചെറിയ സിനിമകളിലേക്ക് പോകും. പിന്നെ കുറച്ച് കാലത്തെ വലിയ പാനിന്ത്യൻ ടൈപ്പ് സാധനങ്ങൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ ആൻഡോ ജോസഫിൻ്റെ ഒരു സിനിമ, മോഹൻലാൽ മമ്മൂട്ടിയുള്ള സിനിമ, അത് പാനിന്ത്യൻ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എമ്പുരാൻ ജയിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അത് ബൂസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഭയങ്കര വെല്ലുവിളി നേരിടും. ആ പടം ഹിറ്റായി കഴിഞ്ഞാൽ ഓക്കെ, അത് ആ പടം കൂടി ഫ്ലോപ്പ് ആയി കഴിയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ പാനിന്ത്യൻ ചിന്തയും ഇല്ലാതായി. അപ്പം അങ്ങനെയുള്ള ഗോപാലേട്ടൻ എന്താ ഹിന്ദിയിൽ സിനിമ എടുക്കാൻ പോകുന്നതെന്നൊക്കെ കേട്ടു. അപ്പം മലയാള സിനിമ ഒരു കുതിച്ചാട്ടത്തെ ആവുന്നുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇക്കണോമിക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഭയങ്കര ഷെയ്ക്കാണ്. അതാണ് ഒരു പ്രശ്നം. നമുക്ക് നോക്കാം, എമ്പുരാൻ വലിയ വിജയമാകട്ടെ, ആൻഡ്രോയുടെ സിനിമ വലിയ വിജയമാകട്ടെ നമുക്ക് ആഗ്രഹം. അപ്പോൾ ആ സിനിമകൾ വരുമ്പോൾ അവ വലിയ ലാഭം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു ചെറിയ സിനിമകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ സിനിമ നഷ്ടത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ആ ലാഭത്തെ കൊണ്ട് മാറ്റാൻ പറ്റും. ഇനി അത് ഫ്ലോപ്പാണെങ്കിലും ചെറിയ സിനിമകൾ എടുത്ത് അത് ജയിപ്പിക്കാൻ പറ്റിയാൽ ആ നഷ്ടം പതുക്കെ അങ്ങ് പിന്നെ കവർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ചെറിയ സിനിമകളാണ് ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 1-2 സിനിമകളല്ലേ ഓടിയിട്ടുള്ളൂ. ഓഫീസ് ഓൺ ഡ്യൂട്ടി, പിന്നെ പൊന്മാനം, 2 സിനിമകളാണ് കഴിഞ്ഞ മാസം ഓടിയിട്ടുള്ളത്. അപ്പം അതൊരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് എമ്പുരാൻ കൊണ്ടുപോകുന്നത്. ജെസി, പിന്നെ ഈ പൈറേറ്റഡ് വേർഷൻ അതൊരു വലിയ പ്രശ്നമാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാലും പറ്റില്ല. ലോകത്ത് എവിടെ നിന്നൊക്കെ വെച്ചാണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. ഹോളിവുഡ് ഈ പ്രശ്നം നേരിടുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും റിസഷൻ ഉണ്ട്. അതാണ് കാര്യം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആളുകൾ സിനിമ കാണുന്നു, പക്ഷേ പ്രൊഡ്യൂസറിനും ഡിസ്ട്രിബ്യൂട്ടറിനും കാശ് കിട്ടുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.